അപ്പൊ 45 സെക്കൻഡ് സമയം കിട്ടും. നിലവറയ്ക്കുള്ളിൽ മീനാക്ഷി ടാസ്ക് പ്ലീസ്. ഇവിടെ വരിക, ഈ ടീഷർട്സിൽ നിന്ന് ഇത് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു 6 ടീഷർട്ട് ഇടുക, ടാസ്ക് തീരുന്നതായിരിക്കും. ഓൾ സെറ്റ്, ഓടൂ വാരൂ നേടൂ ഗോ. ആ അതൊക്കെ തന്നെ ഓർക്കണം. നിസ്സാരം. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആ കുട്ടിയുടെ ടീഷർട്ട് ഇടാൻ സഹായിക്കുന്നത്. തന്നെ ഒരെണ്ണം ഞാൻ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. സമയമുണ്ട്, ഇട്ടോ ഇട്ടോ, ഞാൻ പറയാം. ബട്ടൺ ഊരണം. സെക്കൻഡ് ലാസ്റ്റ് വൺ. തിരിച്ചു വരുന്നു, തിരിച്ചു വരുന്നു. കുഴപ്പമില്ല കുഴപ്പമില്ല. രണ്ട് ഒരെണ്ണം കൂടി എടുത്താ, ഒരെണ്ണം കൂടി ബ്യൂട്ടിഫുൾ. അടിപൊളി. ആദ്യം വലിയൊരു കൈയടി കൊടുക്കണം. സൂപ്പറായിട്ട് കളിച്ച് ഇപ്പോഴും മിക്കറ നിൽക്കുകയാണ്. ശ്വാസം കിട്ടുന്നില്ല ശരിക്കും. പക്ഷെ വേറൊരു കാര്യം പറയാം, 2-3 കാര്യങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. മീനാക്ഷി പ്ലീസ് കം ടു ദിസ് ഡയസ്. മിഥുൻ ചേട്ടാ പറയൂ. മിഥുൻ ചേട്ടനൊന്നുമല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. യെസ്. ആ കുട്ടിയുടെ ടീഷർട്ട് വലിച്ചു താഴോട്ടെടുത്തതുണ്ടല്ലോ. അത് പിന്നെ ഞാൻ ഇങ്ങനെ ഒന്നും സഹായിച്ചതല്ലേ, അല്ലെങ്കിൽ അത് മനസ്സിലായി. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു ഡയലോഗ് എടുത്തു പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാ ഒരാളെ ടീഷർട്ട് ഇടിക്കുന്നത്. ആ അത് സത്യമാണ് ചേട്ടാ. അത് വലിയൊരു ഭാഗ്യമാണ് എന്നെയൊക്കെ ഇങ്ങനെ ഉടുപ്പിക്കുന്നത്. ആ ഭാഗ്യം ഇതോടുകൂടി തീർന്നു. ശരി, അപ്പൊ അടിച്ചെടുത്തില്ലേ സാധനങ്ങള്. കിട്ടിയിരിക്കുന്നത് ഒരു എയർ ഫ്രയർ, പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന ഒരു ഇലക്ട്രിക് വാട്ടർ ഹീറ്റർ. ഇനി അടുത്തത് പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ ഒരു ഫുഡ് പ്രോസസർ, ഒരു കുക്കവാമ. എല്ലാം കറക്റ്റാ ഞാൻ എടുത്തത്, ഇതൊന്നും വീട്ടിലില്ല. അപ്പൊ ഇപ്പോ ഇനി അവരാ ഉപകാരം തിരിച്ചു ചോദിച്ചാ പണിയാവും അല്ലേ? സോറി. അമ്മ പറഞ്ഞ അതിനെന്താ കൊടുക്കാലേ? അമ്മ ശ്വാസം അതിനെന്താ? എനിക്ക് കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും നിനക്ക് നിന്റെ ഇഷ്ടം പോലെ കൊടുക്കാം. ഞാൻ കഷ്ടപ്പെട്ടതായിട്ട് ഞാൻ കൊടുക്കൂല. അല്ല ഇതിൽ വേറെ ടിസ്റ്റ് ഉണ്ട്, പണിയെടുക്കാതെ കിട്ടിയില്ലേ. ഇനി അങ്ങോട്ട് കിട്ടാനുള്ളതല്ലേ ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെയാണ്. അപ്പൊ അതിലൊക്കെ ചിലപ്പോ അങ്ങോട്ട് കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ എന്താണെന്ന് അറിയാം. പക്ഷെ കൊടുക്കാനുള്ള മനസ്സുണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും നിനക്ക് നിന്റെ ഇഷ്ടം പോലെ കൊടുക്കാം. ഞാൻ കഷ്ടപ്പെട്ടതായിട്ട് ഞാൻ കൊടുക്കൂല. ഓക്കെ ബാ ഇനി ഡ്രസ് മാറ്റിക്കോട്ടാ. അതിൽ അടിപൊളിയായിട്ട് കളിച്ച് ഋത്തിനെ അത് കലക്കലായിരുന്നു കേട്ടോ.